നമസ്കാരം. പീഡകർ പൊതുമധ്യത്തിൽ വന്ന് നിന്ന് ഇരയാക്കപ്പെട്ടവരെ അധിക്ഷേപിക്കുകയും അപവാദം പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയതാണ്. പ്രത്യേകിച്ചും പൊതുമാധ്യമങ്ങളിൽ സ്വീകാര്യതയുള്ള ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നു നിന്ന് അവരുടെ വാദം കേൾപ്പിക്കുന്നു എന്ന വ്യാജേന ഈ മാധ്യമങ്ങൾ അവർക്ക് പരവതാനി വിരിച്ച് മുന്നോട്ട് അവരെ വരുത്തുന്നു. എന്നാൽ അതേസമയം മുഖം മറക്കപ്പെട്ട് അകത്ത് കഴിയേണ്ടി വരുന്ന ആളുകളായി ഇരകൾ മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സമ്മർദ്ദ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ വെല്ലുവിളിച്ച് സമാന്തരമായി പരസ്യമായി മറയില്ലാതെ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയുന്ന ആളുകളും അതിജീവിതമാരും നമ്മുടെ സമൂഹത്തിൽ പ്രചോദനമായി നിന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഭാവന നേരിട്ട് വന്ന് മാധ്യമങ്ങളിൽ തൻ്റെ നിലപാടുകൾ പറയുന്നത് നമ്മൾ കണ്ടു. അവർ അത് പുതിയൊരു രീതിക്ക് തന്നെ തുടക്കമിട്ടു. ഇത് വലിയ തോതിലുള്ള സംവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് PT കുഞ്ഞുമുഹമ്മദ് പ്രതിയായ കേസിൽ ഡോക്ടർ ആശ ആച്ചി ജോസഫ് കഴിഞ്ഞ ദിവസം മനോരമയിൽ നിശബ്ദയാകാൻ ഒരുക്കമല്ല എന്ന വെല്ലുവിളിയോടെ അവർ മാധ്യമത്തിൽ ഒരു വലിയ ലേഖനം തന്നെ മനോരമയുടെ എഡിറ്റ് പേജിൽ എഴുതി രംഗത്തെത്തിയത്. ഈ സാഹചര്യം പ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സമൂഹത്തിൽ വലിയ പ്രതിഷേധവും അവർക്ക് ഐക്യദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ ഏകപക്ഷീയമായി തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന മലയാളി സാഹചര്യം ആശ്വാസദായകമാണ്. സോഷ്യൽ മീഡിയയിലും പരസ്യമായും ഒക്കെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് മനോരമ അവരുടെ ചിത്രം ഉൾപ്പെടുത്തിയ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ആശ ആച്ചി ജോസഫിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയ അത്യപൂർവമായി മാത്രമാണ് ചിത്രം മുഖപ്രസംഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിലേക്ക് പ്രധാനമായി തുടക്കത്തിൽ പറഞ്ഞത് മാധ്യമങ്ങളുടെ നിലപാട് തന്നെയാണ്. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ്, മറ്റൊന്ന് പൊതുസമൂഹത്തിൻ്റെ അനിവാര്യമായ ഇടപെടൽ, ഏത് രീതിയിൽ ഇടപെടൽ ഉണ്ടാകണം, അതുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് എന്താണ് മനോരമ മുഖപ്രസംഗത്തിൽ എഴുതിയത് എന്നുള്ളത് നോക്കണം. കനൽ ജ്വലിക്കുന്ന സ്ത്രീ ശബ്ദം, ഒരു സ്ത്രീ നിശബ്ദതയുടെ തിരശ്ശീല വലിച്ചു കീറുമ്പോൾ എന്ന തലക്കെട്ടിലാണ് അവരുടെ ചിത്രം ഉൾപ്പെടുത്തി അവർ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. അതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് തുടക്കം തന്നെയാണ്. നിശബ്ദയായിരിക്കുക എന്നത് സ്വന്തം അന്തസ്സിന് മേൽ നടത്തുന്ന രണ്ടാമത്തെ അതിക്രമമായി തോന്നി എന്നാണ് താൻ നേരിട്ട ലൈംഗിക അതിക്രമത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫ് പറഞ്ഞത്. അതിജീവിത, ഇര തുടങ്ങിയ പദങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ച ആ സ്ത്രീ ഞാനാണ് എന്ന് ഡോക്ടർ ആശ ചങ്കൂറ്റത്തോടെ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. പുതിയ കാലത്തെ സ്ത്രീയുടെ ധീരമായ ശബ്ദം. പിന്നീട് ഈ പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. CPMൻ്റെ MLA ആയിരുന്ന ആൾ, ഒപ്പം ചലച്ചിത്ര പ്രവർത്തകൻ, മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട സംവിധായകൻ, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചലച്ചിത്ര മേഖലകളിൽ ഇടപെടുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾ എന്നൊക്കെയുള്ള കാര്യം ശ്രദ്ധേയവുമാണ്, പ്രധാനവുമാണ്, പരിഗണിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ ഒരു ഇടത്തിലാണ് അദ്ദേഹം ആരോപണ വിധേയനായത്. ഇപ്പോൾ FIR ഇട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ മനോരമയുടെ മുഖപ്രസംഗത്തിലെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. സംവിധായകനും നിർമ്മാതാവും നിയമസഭ മുൻ സാമാജികനുമായ PT കുഞ്ഞുമുഹമ്മദിൽ നിന്നാണ് ആശ ലൈംഗിക അതിക്രമണം നേരിട്ടത് എന്നത് കുറെ കൂടി സംഭവത്തെ ഗുരുതരമാക്കുന്നു. അതിക്രമം ഒരു വിധം തെറ്റിദ്ധാരണയുടെ ഭാഗമല്ല, ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യമല്ല, സ്വന്തം സ്ഥാനത്തിൻ്റെ അധികാരപരമായ നേട്ടം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയാണ്. ഇന്നലെ എഴുതിയ ലേഖനത്തിൽ ആശ പറയുന്നു. നിശബ്ദയായിരിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല. നവംബർ 24 തന്നെ സംഭവം വിവരിച്ച് മുഖ്യമന്ത്രിക്ക് രഹസ്യ കത്ത് നൽകി. 4 ദിവസത്തിനകം 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും FIR ഉടൻ ഫയൽ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ അക്കാദമി ഭാരവാഹികൾ ആശയെ ബന്ധപ്പെട്ട ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രതിയെ ചലച്ചിത്രമേളയുടെ ചുമതലകളിൽ നിന്നും മാറ്റുമെന്നും വിവര പുസ്തകത്തിൽ പേരുൾപ്പെടുത്തില്ലെന്നും പ്രഖ്യാപിച്ചു. സംഭവിച്ചതോ, ഡിസംബർ 8 മാധ്യമങ്ങൾ ഈ അതിക്രമത്തെക്കുറിച്ച് വാർത്ത നൽകുമ്പോഴും FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ ചലച്ചിത്രമേളയും നടന്നു. ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് പ്രതിക്കെതിരെ കടുത്ത പ്രതികരണങ്ങളോ തുടർ നടപടികളോ ഒന്നുമില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൽ പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിച്ചത് തന്നെ നിശബ്ദയായിരിക്കാനാണോ എന്ന് ആശ സംശയിച്ചത് സ്വാഭാവികം. സ്വന്തം നന്മയ്ക്കായി മിണ്ടാതിരിക്കുക, പ്രശ്നം വഷളാക്കാതെ നിന്നാൽ സംരക്ഷിക്കപ്പെടും എന്നും മറ്റുമുള്ള ഉപദേശങ്ങൾ കൂടി വന്നതോടെ തൻ്റെ നിശബ്ദത ഉപേക്ഷിക്കാൻ ധൈര്യപൂർവ്വം തീരുമാനിക്കുകയായിരുന്നു എന്നാണ്. ഇത്ര ദിവസങ്ങൾ വൈകിയതാണ് അവരെ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ലേഖനത്തിലെ ഭരണത്തിന് എതിരായ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടപെടലിന് എതിരായ വിമർശനം. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു പീഡനാരോപണത്തെ സംബന്ധിച്ച് ഗുരുതരമായ വൈകലാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റ് കേസുകളെ പോലെയല്ല ഇത്തരം കേസുകൾ എന്നുകൂടി പോലീസ് മനസ്സിലാക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊന്ന്, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാരിനെതിരായ മനോരമയുടെ വിമർശനമാണ്. സർക്കാരിൻ്റെ നീതി നിർവഹണത്തിൽ രാഷ്ട്രീയം ഇടപെടുന്നത് ഇതാദ്യമല്ല. തുല്യനീതി എന്ന അവകാശത്തെ രാഷ്ട്രീയം
അട്ടിമറിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നിരത്താനാകും. ഇടതു സഹയാത്രികനും ആ വിശേഷണത്തോടെ നിയമസഭാ സാമാജികനുമായ ഇടതു സർക്കാരുകളിൽ പദവി വഹിച്ചിട്ടുള്ള ഒരാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ നീതിയുടെ മെല്ലെപ്പോക്കിൽ അതിശയം കാണാത്തവരുണ്ടാകാം. പക്ഷെ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ ജനതയുടെ വിചാരണ ഭരണകൂടങ്ങൾക്കായി കാലം കാത്തുവയ്ക്കുന്നു എന്ന് മറക്കരുത്. അതിജീവിത എന്ന മറയ്ക്കുള്ളിൽ നിന്ന് നീതിക്കായുള്ള ഉറച്ച ശബ്ദം പുറത്തു വരിക തന്നെ ചെയ്യും എന്നതിനുള്ള കരുത്തുറ്റ സാക്ഷ്യമായി ഡോക്ടർ ആശ കേരള ജനതയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിജീവിത എന്ന മറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന തൻ്റെ ഇടത്തോടെ നീതിക്കായി പോരാടിയ നടിയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. 2017 ഫെബ്രുവരി 17 ക്രൂരമായ ലൈംഗിക അതിക്രമം, തുടർന്ന് കടന്നുപോയ സംഘർഷഭരിതമായ കനൽപ്പാതകൾ, എന്നിട്ടും പതറാതെ അവൾ സ്ത്രീയുടെ അന്തസ്സിനായുള്ള നിയമപോരാട്ടം നയിച്ചു. അവൾക്കൊപ്പം എന്ന പ്രഖ്യാപനത്തോടെ സിനിമയിൽ തുടക്കമിട്ട സ്ത്രീ കൂട്ടായ്മയായ WCCയുടെ മുൻനിര പോരാളികളിൽ ഒരാളായ ഡോക്ടർ ആശ അച്ചി ജോസഫ് അവരുടെ സമാന പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റനേകം സ്ത്രീകളുടെ ധീരമായ ചുവടുവയ്പ്പുകൾ സ്ത്രീ സമൂഹത്തിനാകെ കരുത്താകുമെന്നതിൽ സംശയമില്ല. തങ്ങളുടെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് നിശബ്ദതയെ മറികടക്കാനുള്ള ഭയം കുറയ്ക്കുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. അന്തസ്സോടെയും അഭിമാനത്തോടെയും തുല്യനീതിയോടെയും ജീവിക്കാനുള്ള സാഹചര്യമാണ് ഓരോ സ്ത്രീയും ആവശ്യപ്പെടുന്നത്. അത് അവരുടെ അനിഷേധ്യമായ അവകാശമാണ് എന്നാണ് മനോരമ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഈ മുഖപ്രസംഗം ഗൗരവമായ ഗുരുതരമായ ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷയ്ക്ക് മേൽ ആഘാതമുണ്ടാക്കിയ സാഹചര്യം, അതായത് കംപ്ലൈൻറ്റ് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിനെ ഏൽപ്പിച്ചു, പോലീസ് അവരിൽ നിന്ന് മൊഴിയെടുത്തു, അതിനുശേഷം ഉണ്ടായ വൈകൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുസമൂഹം തന്നെ സമ്മർദ്ദ രൂപത്തിൽ പുറത്ത് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ മനോരമ മുഖപ്രസംഗത്തിൽ തന്നെ പറയുന്നത് പോലെ ചില ഇരട്ടത്താപ്പുകളെ കുറിച്ചാണ്. അത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പുകൾ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ സമീപകാലത്തെ നിലപാടുകൾ നമുക്കറിയാം. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് മനോരമ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട മുൻനിരയിൽ നിന്ന ആൾ ഇപ്പോൾ ആദ്യഘട്ട വിചാരണയ്ക്ക് ശേഷം കുറ്റവിമുക്തനായി എന്ന് അവർ അവകാശപ്പെടുന്ന ആൾ തുടർന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിന് മുമ്പ് വിചാരണ നടക്കുന്ന കാലത്ത് പോലും ഈ നടനെ അദ്ദേഹത്തിൻ്റെ കമേഴ്സ്യൽ വാല്യൂ ഉയർത്തുന്നതിനും ഈ തരത്തിൽ അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം മനോരമയുടെ തന്നെ മനോരമ മാക്സ് ആണ് ആ പ്രതിയുടെ, പ്രത്യേകിച്ചും ദിലീപിൻ്റെ സിനിമകൾക്ക് ആവോളം മനോരമ മാക്സിൻ്റെ OTTയിൽ ഏത് പടവും ചപ്പുചവറ് പോലെ എടുത്ത് സംപ്രേഷണം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് വന്നു. മറ്റ് കോർപ്പറേറ്റ് OTTകൾ ഈ കേസുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുക്കുന്നില്ല എന്നുള്ള വാർത്തകൾ അന്നേരം വന്നതാണ്. പക്ഷേ എടുക്കാൻ ഒരാളുണ്ട്, അത് മനോരമ മാക്സ് പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഇതിലെ ഇരട്ടത്താപ്പ്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ലൈംഗികാരോപണങ്ങളിൽ ഒന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾ സംബന്ധിച്ചുണ്ടായ ഒന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന് അതിജീവിക്കാനുള്ള, അതായത് ഈ പൊതുസമൂഹത്തിൽ നഗ്നനാക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എല്ലാ പിന്തുണയും നൽകി മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാചകവും അമൃത് പോലെ സംപ്രേഷണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ 24 ന്യൂസിൽ അദ്ദേഹം അതിജീവിതമാരെ അപകീർത്തിപ്പെടുത്തുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഇടമൊരുക്കി കൊടുത്ത് അദ്ദേഹത്തിന് നിഷ്കളങ്കനായി വാഴ്ത്തിപ്പാടാനുള്ള പരവതാനി വിരിച്ചു കൊടുത്തത്. ഇതുപോലെ ഓരോ സാഹചര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരട്ടത്താപ്പിൽ ഉത്തരവാദിത്തമുണ്ട്. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുസമൂഹം ഇന്നലെ ആശ അച്ചി ജോസഫിൻ്റെ നിലപാട് മനോരമയിലൂടെ തന്നെ എഡിറ്റോറിയൽ പേജിലൂടെ തന്നെ വന്നപ്പോൾ അവർക്കൊപ്പം നിന്നു എന്നുള്ളത് വലിയ ആശ്വാസദായകമാണ്. പൊതുസമൂഹം സമ്മർദ്ദ ശക്തിയായി മാറുന്നുണ്ട് എന്നുള്ളത് പോസിറ്റീവായ കാര്യമാണ്. മറ്റ് രണ്ട് കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ആത്മപരിശോധന നിരന്തരം നടത്തുക, അതിനുള്ള സമ്മർദ്ദം പൊതുസമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഘട്ടത്തിൽ ഡോക്ടർ ആശ അച്ചി ജോസഫിന് ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ അവർക്കൊപ്പം നിൽക്കുന്ന നിരവധി ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി അതിജീവിതമാർക്കൊപ്പവും നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയമോ മറ്റ് മതപരമോ വർഗപരമോ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ അവർക്കൊപ്പം ഉപാധികളില്ലാതെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.